അല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്കിത്. സ്വതന്ത്രത്തിന്റെ പുറത്തല്ല നിൽക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനൊന്നും നടക്കില്ല. ഞങ്ങളുടെ വീട്ടിലെ ഒരാൾ, ഒരു വ്യക്തി എന്നുള്ള ഒരു സഹോദരൻ, മകൻ അല്ലെങ്കിൽ ചേട്ടാനിയൻ, അങ്ങനെ ആ ബ്രദർലി അഫെക്ഷനാണ്. ഈ വാർഡിലൊരു മാറ്റം ആവശ്യമാണ്. തീർച്ചയായിട്ടും. എന്ത് മാറ്റം ആവശ്യമാണ്? കാരണം ഇവിടെ വെള്ളം വന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. കാരണം ഞങ്ങൾ ഒരാഴ്ച വരെ ഞങ്ങൾ വീട്ടിൽ വെള്ളം കയറി നിന്നിട്ട് ഞങ്ങൾക്ക് മേളിൽ നിന്ന് അത് ഞങ്ങൾക്ക് മേളുള്ളതുകൊണ്ട് ഇല്ലാത്തവരെന്ത് ചെയ്താനെ. അപ്പൊ ഞങ്ങൾ മേളിൽ തന്നെ സ്റ്റേ ചെയ്തതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പറിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്താ പറയുക, അത് മഴ കഴിയട്ടെ എന്നിട്ട് ഫ്രിഡ്ജൊക്കെ താഴത്തേക്ക് ഇറക്കി വെക്കാന്ന്. അപ്പൊ അവരൊരു റീസൺ കണ്ടിട്ടില്ല. അത് വളരെയധികം വേദനയുള്ള സംഭവം വരുന്നത്. അത് ഇപ്പൊ ഈ നാസർ മസാക്കി എന്ന് പറഞ്ഞ വ്യക്തി ഇന്നാണ് ഇറങ്ങിയിട്ടുള്ളൂ. 2-3 വ്യക്തികളിൽ ഒതുങ്ങി പോകുന്നതാണ് പാർട്ടി. അതല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത്. ഒരു പ്രസ്ഥാനം എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അത് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. നാസർ മസാക്കി ജയിച്ചു വന്ന ഈ 5 വർഷം എല്ലാവരുടെ കൂടെ നാസർ ഉണ്ടാവും. നാസർ മസാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് ബിസാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റും കൂടിയാണ്. ഇവിടെ വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നടക്കുന്നത് നാസർ തന്നെയാണ്. നാസർ മസാക്കിക്ക് അനുകൂലമായിട്ട് കുട്ടികളും സ്ത്രീകളും ആവേശത്തിലാണ്.